വീണ്ടും മലപ്പുറം പരാമർശവുമായി വെള്ളാപ്പള്ളി നടേശൻ. മതരാഷ്ട്രം നിർമ്മിക്കുകയെന്ന ലക്ഷ്യത്തോടെയാണ് മുസ്ലിം സംഘടനകൾ മുന്നോട്ട് പോകുന്നത്. മതപാർട്ടിയായ ലീഗിന് മുസ്ലിം ഉന്നമനം അല്ലാതെ മറ്റൊന്നും ലക്ഷ്യമില്ലെന്നും വെള്ളാപ്പള്ളി പറയുന്നു. മുസ്ലിം സമുദായത്തിന് അനുകൂലമായ ഭരണമാണ് ലീഗിന്റെ ലക്ഷ്യമെന്നും വെള്ളാപ്പള്ളി നടേശൻ കൂട്ടിച്ചേർത്തു. മതരാഷ്ട്രം സ്ഥാപിക്കുക എന്ന ലക്ഷ്യത്തോടുകൂടിയുള്ള ലീഗിന്റെ പോക്ക് നമ്മളൊരിക്കലും മുസ്ലിങ്ങളെന്നും മതസൗഹാർദ്ദം നിങ്ങളൊന്നാലോചിക്കും നമ്മുടെ അടുത്തതാണ് വയ്ക്കുന്നത്. അങ്ങനെ വിഭജനത്തിന്റെ സന്തതിയാണ് മുസ്ലിം ലീഗ്. മതത്തിന്റെ പേരിലൊരു പാർട്ടി മുസ്ലിം ലീഗ് എന്ന് പറഞ്ഞാൽ എന്താണ്? മുസ്ലിം കൂട്ടായ്മ. വിവരങ്ങളുമായി പ്രജിത്ത് മോഹനൻ ചേർന്നുണ്ട്. പ്രജിത്ത്, എന്തൊക്കെയാണ് വെള്ളാപ്പള്ളി ഇപ്പോൾ ചൂണ്ടിക്കാട്ടുന്നത്? വെള്ളാപ്പള്ളി നടേശൻ എങ്ങനെയാണ് സംസ്ഥാന കോൺഗ്രസ് മുസ്ലിം ലീഗിന് അടിമപ്പെട്ടു പോകുന്നതെന്നടക്കമുള്ള കാര്യങ്ങളാണ് അദ്ദേഹം എടുത്തു പറയുന്നത്. അതോടൊപ്പം തന്നെ കേരളത്തിലെ മുസ്ലിം സംഘടനകൾ ഒരു മതരാഷ്ട്ര സ്ഥാപനത്തിനായി പ്രവർത്തിക്കുന്നു തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളും അദ്ദേഹം ഉന്നയിക്കുന്നുണ്ട്. നേരത്തെ മലപ്പുറം ജില്ലയെ സംബന്ധിച്ച് അദ്ദേഹം നടത്തിയിട്ടുള്ള പരാമർശങ്ങൾ വലിയ വിവാദമായിരുന്നു. അദ്ദേഹം തുറന്നു പറഞ്ഞ കാര്യങ്ങൾ പലരെയും പൊള്ളിച്ചിരുന്നു എന്നുള്ളതാണ് അതിൻ്റെ ഒരു യാഥാർത്ഥ്യം. ഇപ്പോൾ അദ്ദേഹം കൂടുതൽ ശക്തമായ ഭാഷയിൽ തന്നെയാണ് അദ്ദേഹത്തിൻ്റെ മുൻ നിലപാടുകൾ ആവർത്തിക്കുന്നത് എന്നുള്ളതാണ്. അദ്ദേഹം പറഞ്ഞ ചില പ്രസക്തമായ ഭാഗങ്ങൾ എന്നുള്ളത് രാഷ്ട്രീയത്തിൽ കോൺഗ്രസ് അപ്രസക്തമാവുകയാണ്. മുസ്ലിം ലീഗ് മുന്നോട്ട് വെക്കുന്ന വർഗീയത ഇല്ലാതാക്കാൻ കോൺഗ്രസിന് കഴിയുന്നില്ല. അതുകൊണ്ട് തന്നെ ആരാലും ചോദ്യം ചെയ്യപ്പെടാത്ത സംഘടനയായി മുസ്ലിം സംഘടനകൾ മാറി മതരാഷ്ട്രം നിർമ്മിക്കുക എന്ന ലക്ഷ്യത്തോടെ അവ മുന്നോട്ട് പോകുന്നു. മുസ്ലിം ലീഗ് വരയ്ക്കുന്ന ലക്ഷ്മണ രേഖ മറികടക്കാൻ കോൺഗ്രസിന് സാധിക്കുന്നില്ല. കോൺഗ്രസിൽ ആളെ ചേർക്കണമെങ്കിൽ അത് മലപ്പുറത്ത് നിന്നും ചേർക്കേണ്ടി വരുന്ന അവസ്ഥ എന്നുള്ളതാണ്. കോൺഗ്രസിലെ നല്ലൊരു ശതമാനം ആളുകളും BJPയിലേക്ക് പോകുന്ന കാര്യമൊക്കെ അദ്ദേഹം ചൂണ്ടിക്കാട്ടുന്നുണ്ട്. മലപ്പുറം ജില്ലയെ പറ്റിയുള്ള കാര്യങ്ങൾ ചിലത് ചൂണ്ടിക്കാട്ടിയപ്പോൾ തന്നെ വർഗീയവാദിയാക്കി മാറ്റി. മലപ്പുറം ജില്ലയിൽ ഒരു കുടിപ്പള്ളിക്കുടം കൂടി പോലും യാചിച്ചിട്ട് പോലും തന്നില്ല എന്നുള്ള കാര്യം കൂടി അദ്ദേഹം എടുത്തു പറയുന്നു. ഇത് ആവശ്യപ്പെട്ടപ്പോഴാണ് അദ്ദേഹത്തിനെ തന്നെ ഒരു ലീഗ് വിരോധിയാക്കി മാറ്റിയത് എന്നുള്ള കാര്യം വെള്ളാപ്പള്ളി നടേശൻ ആവർത്തിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ചില സ്കൂളുകളുടെയൊക്കെ കണക്കുകൾ അദ്ദേഹം പറയുന്നുണ്ട്. മലപ്പുറത്ത് ലീഗിന് ഏതാണ്ട് 4500 സ്കൂളുകളുണ്ട് എന്നുള്ളതാണ് അദ്ദേഹം പറയുന്നത്. ഇതിൽ ഈഴവ സമുദായത്തിന് 370 സ്കൂളുകൾ മാത്രമാണുള്ളത്. ഈ നീതികേട്, ഈ കുറവ് പരിഹരിക്കണമെന്ന് ആവശ്യപ്പെട്ടതാണ് തനിക്കെതിരെ ഇത്ര വലിയ വിരോധം പ്രചരിപ്പിക്കാനും അല്ലെങ്കിൽ തനിക്കെതിരെ ആക്രമിക്കാനും തന്നെ ഒരു മുസ്ലിം വിരോധിയാക്കുവാനും ഒക്കെ ശ്രമിച്ചത് എന്നുള്ളതാണ് അദ്ദേഹം പറയുന്നത്. മതപാർട്ടിയായ ലീഗിന് മുസ്ലിം ഉന്നമനമല്ലാതെ മറ്റൊന്നും ലക്ഷ്യമില്ല. മുസ്ലിം സമുദായത്തിന് അനുകൂലമായ ഭരണമാണ് ലീഗിന്റെ ലക്ഷ്യം. തീവ്രവാദ പ്രസംഗം നടത്തുന്നവരെ പോലും മഹത്വവൽക്കരിക്കുന്നു തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളാണ് ഈ മുസ്ലിം ലീഗുമായി ബന്ധപ്പെട്ട ഇന്ന് തിരുവനന്തപുരം കഴക്കൂട്ടത്ത് നടന്ന NCNDP ശാഖാ യൂണിയനുകളുടെ ഒരു നേതൃസംഗമത്തിൽ വെള്ളാപ്പള്ളി നടേശൻ സംസാരിച്ചത്. വിഷ്ണു. ശരി, പ്രജിത്താണ് വിവരങ്ങൾ നൽകിയത്.